ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഈ ഒരു ഔട്ട്ലൈൻ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് വഴി ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഡ്രോയിങ് ഒരുപാട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ ഒരു മൂവിയിലെ ഡ്രോയിങ് ചെയ്ത സമയത്തും ഒരുപാട് കമൻറ്റ് വന്നിട്ടായിരുന്നു ആ ഒരു ഷറഫിൻ്റെ ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷറഫുവിൻ്റെ ആ ഡ്രോയിങ് നമ്മൾ പാർട്ട് 1 ഔട്ട്ലൈൻ ചെയ്തേക്കുന്ന 1K പോലും വ്യൂ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ സാറിന് ഔട്ട്ലൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ പെട്ടെന്ന് ഇതായിട്ട് കയറി പോകുന്നതാണ്, അല്ലെങ്കിൽ നല്ല വ്യൂവേഴ്സ് വരുന്നൊരു പാർട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഡ്രോയിങ്ങിന് ഈ പറഞ്ഞാൽ 1K പോലും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്ന ഡ്രോയിങ്ങിന് മാക്സിമം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാണ്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു നമ്മൾ ഈ ചെയ്യുന്ന ഈ പാർട്ട് 1 ഔട്ട്ലൈന് ഒരു 1K വ്യൂ എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയെങ്കിലും വന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇനി ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വ്യൂവേഴ്സ് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പം നല്ല രീതിയിൽ വ്യൂവേഴ്സ് കിട്ടിയാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത ഡ്രോയിങ് ഒരുപാട് അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ നോക്കി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് വർക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ നോക്കി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഈ പറഞ്ഞ കമൻറ്റ് വന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ് ആണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചോദിച്ചൊരു കാര്യമായിരുന്നു, ഗ്രിഡ് മേക്കർ ആപ്പിൽ 2 സെൻറ്റിമീറ്റർ എടുത്തല്ലേ വരയ്ക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 സെൻറ്റിമീറ്റർ എടുത്താണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആപ്പിൽ നോക്കുന്ന സമയത്ത് 2 സെൻറ്റിമീറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഗ്രിഡ് മേക്കർ ആപ്പിൽ നമ്മൾ അതിൻ്റെ അകത്ത് സെൻറ്റിമീറ്റർ അല്ല കൊടുക്കുന്നത്, നമ്മൾ അതിൻ്റെ അകത്ത് എത്ര കോളംസ് നമുക്ക് വേണം എന്നുള്ള ആ ഒരു എണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന പേപ്പറിൽ മാത്രമാണ് നമ്മൾ സെൻറ്റിമീറ്റർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പേപ്പറിൽ ആ സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ മതി. അതായത് നമ്മൾ എത്ര കോളംസ് നമ്മൾ വേണമെന്ന് മാത്രം നമ്മൾ അതിനകത്ത് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ സെൻറ്റിമീറ്റർ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് എത്ര സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കണം എന്നുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം നമുക്ക് എത്ര കോളംസ് വേണമെന്ന് മാത്രം അതിനകത്ത് കൊടുത്താൽ മതി. അത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ആ ഒരു റെഫറൻസ് ഇമേജ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് എത്ര കോളംസ് വരുന്നുണ്ടോ ആ ഒരു കോളംസിൻ്റെ എണ്ണം നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആണോ വേണ്ടെങ്കിൽ ആ ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ പേപ്പറിൽ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം 2 സെൻറ്റിമീറ്റർ എടുത്താണ് നമ്മൾ വരയ്ക്കുക. നമ്മൾ 2 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്, അതുപോലെ 3 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പേപ്പറിൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡ്രോയിങ്ങിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പം 2 സെൻറ്റിമീറ്റർ ആണ് മാക്സിമം. അതിൻ്റെ താഴേക്ക് പോകാണ്ട് ശ്രമിക്കേണ്ട. 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. A4-ലേക്കാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ തന്നെ എടുത്താൽ മതി. നമുക്ക് A3 സൈസ് പേപ്പറിലൊക്കെ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ മുകളിലോട്ടൊക്കെ എടുക്കാം. അതായത് 3 സെൻറ്റിമീറ്റർ വേണം എടുക്കാം. നമുക്ക് 2 പേരെയൊക്കെ A4-ൽ വരയ്ക്കാൻ സുഖമായിട്ടൊരു കുഴപ്പമില്ല. അപ്പോൾ അതിൽ കൂടുതൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് A3 സൈസ് പേപ്പർ ആയിരിക്കും നല്ലത്. കാരണം ഒരുപാട് നമ്മൾ ചെറുതാക്കി ഫേസ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് A4-ൽ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് A3 സൈസ് പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതലും വരച്ചേക്കുന്ന A4 തന്നെയാണ്. യൂട്യൂബിലാണെങ്കിലും ശരി, നമ്മൾ വർക്ക് വരുന്നതാണെങ്കിലും ശരി, കൂടുതലും A4 ആണ് വരുന്നത്. ഗ്രിഡ് മേക്കർ ആപ്പിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ 2 വീഡിയോ കണ്ട് മറ്റേ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ ട്യൂട്ടോറിയലായിട്ട്. അപ്പം ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ്. ഇനിയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, നിങ്ങൾക്ക് ആ സമയത്ത് റിപ്ലൈ തരികയും അതിനൊപ്പം തന്നെ വീഡിയോയിൽ പറഞ്ഞോടെ പോകാം. അപ്പം സെയിം ഡൗട്ടുള്ള ആൾക്കാർക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഡിറ്റൈൽസ് വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഡിറ്റൈൽസ് വരയ്ക്കുന്നൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. നമ്മളിപ്പം എല്ലാ വീഡിയോയിലും അങ്ങനെ കാണിക്കാൻ പോയി നമുക്ക് അതിനോട് സമയം പോകില്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഡിറ്റൈൽസ് വരച്ച് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ A4 തന്നെ വരച്ചേക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നമ്മളൊരു 3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് ഓരോ പാർട്ടും കണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് സ്പീഡിൽ കാണിച്ചാൽ നോക്കി വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ എല്ലാം കുറച്ച് ലോങ് ആണ്. ഒരാളെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കുമെന്ന് ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ കാണാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഒരുപാട് സൂം ചെയ്യുന്നില്ല. ഒരുപാട് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരുപാട് സൂം ചെയ്യുന്നില്ല. ഞാൻ വരയ്ക്കുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് തന്നെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു.
പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് തീരെ ലൈറ്റായിട്ട് വരയ്ക്കണം എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ലൈറ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ മെക്കാനിക്കൽ പെൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു ലൈറ്റായിട്ടുള്ള പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ റിഡ് ലൈൻസ് ഇടുന്ന സമയത്താണെങ്കിലും തീരെ ലൈറ്റായിട്ട് തന്നെ ഇടുക. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ദിവസം ഒരു കുറച്ച് സമയമെങ്കിലും അതിന് വേണ്ടി മാറ്റി വെച്ച് ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ എത്ര പേര് ആ ഒരു സമയം കണ്ടെത്തി വരയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളിതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങൾ അതിനൊപ്പം തന്നെ ഈ ഒരു ഡ്രോയിങ് കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു കഴിവിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങളൊരു സൈഡിലോട്ട് മാറ്റി വെക്കാണ്ട് അതിനൊപ്പം തന്നെ, അതായത് നിങ്ങൾ പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുവാണെങ്കിലോ അതിനൊപ്പം തന്നെ ഇതുകൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരിക്കലും ഇത് നിർത്താനായിട്ട് പാടില്ല. കാരണം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരയ്ക്കാനുള്ള ഒരു മടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രോയിങ് ചെയ്യാനേ തോന്നത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡ്രോയിങ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു മടി മാറി കിട്ടുകയും ചെയ്യും. ഒപ്പം നമ്മുടെ കഴിവൂടെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. മിക്ക വീഡിയോയിലും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. കാരണം വെച്ചാൽ വരയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും ഞാനിത് പറഞ്ഞു തന്നെ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ അത്ര വലുതായിട്ട് തന്നെ കാണുന്നൊരു കഴിവാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ തന്നെ ഉറച്ച് നിൽക്കുക. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഒരിക്കലും നിർത്താനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരാളെങ്കിലും ഡ്രോയിങ് തുടങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ് നിർത്തിയ ഒരാൾ വീണ്ടും ഡ്രോയിങ്ങിലേക്ക് വരുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. നമ്മൾ അങ്ങനെയുള്ള കഴിവുകളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ആയെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.